പോലീസിനെ ബോധ്യപ്പെടുത്താൻ പറ്റും, കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ ഉള്ളിൽ തട്ടി പറയാമോ നിനക്ക് അർഹതയുള്ളതാ നീ കൈ നീട്ടി വാങ്ങിച്ചെന്ന്? ആവശ്യം ഇവളുടേതായിരുന്നെങ്കിലും ആർത്തി നിങ്ങളുടേതായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കോടിക്കണക്കിന് പണം നിങ്ങളുടെ കയ്യിൽ വന്നപ്പോ സ്വന്തം മകനെ നിങ്ങക്ക് തിരിച്ചറിയില്ല. ഇത്രയും കാലം അന്നം വെച്ചെന്ന് എന്റെ അമ്മയെ നിങ്ങൾക്കറിയില്ല. ഈ വീട്ടിൽ വെച്ച് കണിമംഗലത്ത് വെച്ച് എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കിപ്പോ പ്രശ്നം എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിന്റെ സമാധാനം. ആ സമാധാനം കെടുത്താൻ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് വന്ന രണ്ടിനെ വെട്ടി അരിഞ്ഞിട്ടിട്ട് ജയിലിൽ പോയി ഞാൻ കിടക്കും. സ്നേഹത്തിന് അങ്ങനെയും കൂടി അർത്ഥമുണ്ട് മുത്തശ്ശി. കാണിച്ചെടുക്ക ഞാൻ. വേണ്ട വേണ്ട. എനിക്കിനി ഒന്നും നോക്കാനില്ലടി. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനുമില്ല. നഷ്ടപ്പെടാനുള്ളത് നിനക്കാ. തട്ടിപ്പറ്റ സമ്പാദ്യം കൊണ്ട് സുഖിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. ഇനി ഒരിക്കലും ഈ പടി ചവിട്ടില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം ഇറങ്ങാൻ. കേട്ടോടി. അവളെ ഒന്നും ചെയ്യരുത് എടി, ഞങ്ങൾ പൊയ്ക്കോളാം. ശരി, ഇപ്പൊ പോയിക്കോ. പക്ഷേ നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയുള്ള തല വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം.